ഹലോ നിന്ന നിൽപ്പിൽ എവിടെയെങ്കിലുമൊക്കെ പോകാൻ തോന്നും കേട്ടോ. കുറെ നാളോട് പറ്റിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഡ്രാഗൺ സിറ്റി. ഈ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയേ? എനിക്കെന്തോ വലിയ സംഭവമായിട്ട് കേട്ടോ തോന്നിയത്. ഡ്രാഗന്റെ വേഷമൊക്കെ ഇട്ട് വലിയ ഷോ ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതല്ലായിരുന്നു സംഭവം. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഒടുക്കത്തെ തിരക്കാട്ടോ. ഈവനിങ് ഒരു 6:30 ആയത്തുള്ളൂ. അപ്പോഴേക്കും നല്ല ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡ്രാഗൺ സിറ്റി ഇതൊരു നീണ്ടു നിവർന്ന് കിടക്കുന്ന മാളാട്ടോ. ഒരു വ്യക്തിക്കും ഒരു വീടിനും വേണ്ട A to Z കാര്യങ്ങൾ ഇവിടെ കിട്ടും. അങ്ങനെ അവിടെ കുറച്ച് കറങ്ങി. കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാര്യം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ അലൗഡ് അല്ലാന്ന്. അങ്ങനെ എനിക്ക് പകുതിയിൽ വെച്ച് കട്ട് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഡ്രാഗൺ സിറ്റിയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആട്ടോ തോയ് മാർട്ട്. അവിടെ ഫുഡ് സെക്ഷനും പ്ലേ ഏരിയ ആണ് മെയിൻ. ഏഷ്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ അങ്ങനെ വായിക്കൊള്ളാത്ത എന്തൊക്കെയോ പേര്. അകത്തേറിയപ്പോൾ ഒരു അങ്കിള് അത്തർ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരെ ഹിന്ദി ആട്ടോ, അതുകൊണ്ട് അധികം ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. പക്ഷെ ചേട്ടയ്ക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിച്ച് അത്തർ വാങ്ങി വരുന്ന കണ്ടു. പിന്നെ റൂമിലൊക്കെ പുകയ്ക്കുന്ന സാധനം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മുകളിൽ വന്നപ്പോൾ ബഹറിൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഹോൾ ബോഡി മസാജ് ചെയ്യുന്ന ഒരു മെഷീൻ കണ്ടു. ഇതിന്റെ പേര് അറിയില്ല കേട്ടോ, അറിയുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതിലിരുന്ന് ഒരു മസാജൊക്കെ കിട്ടി. താഴെ വന്നപ്പോൾ മലയാളി ചായക്കട കണ്ടു. പിന്നെ ഒരു കട്ടനും ചായയും പറഞ്ഞു. പിന്നെ ചില്ലുകൂട്ടിന്റെ അകത്തിരുന്ന കടിക്കുട്ടന്മാർ എന്നെ നോക്കി മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സുഖിയനും മുട്ട ബജിയും ബ്രെഡിൽ എന്തോ മസാലയൊക്കെ ഇട്ടതും വാങ്ങി കാറിലിരുന്ന് കഴിച്ച ശേഷം റൂമിൽ പോയി. എന്റെ ലോങ് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.